ഹലോ എവരിവൺ, വെൽക്കം ടു റോഡോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ 8. ഈ സൂപ്പർ 8 ആയത് നന്നായിട്ടോ. ഈ ക്വാർട്ടർ ഫൈനലൊക്കെ ആണെങ്കിൽ ടൂർണമെൻറ്റിന് തൊട്ട് മുൻപ് കൊട്ടി ഘോഷിച്ച് ആഘോഷമാക്കി ടൂർണമെൻറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ കപ്പെടുത്തങ്ങ് മലത്തും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടീം ക്വാർട്ടറിൽ തന്നെ പുറത്താവേണ്ട അവസ്ഥ വന്നതാണ്. ഇതിപ്പോൾ സൂപ്പർ 8 ആയതുകൊണ്ട് ഇനിയുള്ള 2 മത്സരങ്ങളും ജയിച്ച് സെമിയിലോട്ടെത്താം. അപ്പോൾ പറഞ്ഞൊന്നുമല്ല, ദക്ഷിണാഫ്രിക്കയായിട്ട് ഇന്ത്യ ഇന്ന് നടന്ന മത്സരത്തിൽ 76 റൺസിൻ്റെ വലിയൊരു തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. അതായത് 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയായിട്ട് നമ്മൾ തോറ്റതിന് ശേഷം പിന്നീട് വന്ന ഒരു ICC ഇവൻറ്റിലും ഇന്ത്യ ഇതുവരെ തോറ്റിട്ടില്ല, ഒരു 3 വർഷ കാലയളവിൽ. അതിനുശേഷം അതേ സ്റ്റേഡിയത്തിൽ ഇന്നാണ് ഇന്ത്യ ഒരു ICC ടൂർണമെൻറ്റിൽ തോൽവി അറിയുന്നത്. അതായത് T20 വേൾഡ് കപ്പിന് മുൻപ് ഇൻവിൻസിബിൾസ് ആയിട്ട് കപ്പടിക്കും, 300 അടിക്കും, അത്രയും വലിയ ബാറ്റിംഗ് സ്ട്രെങ്ത്ത്, ബോളിംഗ് സ്ട്രെങ്ത്ത്, ഒരു ടീമിനെ തോൽപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ഹൈപ്പിലെത്തിയ ഇന്ത്യൻ ടീമാണ് ഇന്ന് സൗത്ത് ആഫ്രിക്കയോട് വളരെ സിമ്പിളായിട്ട് തോറ്റു കൊടുത്തത്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസിങ്ങിലാണ് ഇന്ത്യൻ ടീം അടിപതറയെന്നുള്ളതാണ്. അത്രയും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിട്ട് പോലും സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യക്ക് 88 റൺസ് ചേസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇന്ത്യ 115 റൺസിന് ഓൾ ഔട്ട് ആവുകയുണ്ടായത്. അപ്പോൾ മത്സരത്തിൻ്റെ തുടക്കം തന്നെ സൗത്ത് ആഫ്രിക്കയാണ് ടോസ് കിട്ടിയത്. ഡ്യൂ ഫാക്ടറിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ അതിന് എതിരെ നിൽക്കുന്നൊരു സ്റ്റാർട്ടായിരുന്നു കിട്ടിയത്. ഇന്ത്യയുടെ ബുംറയും അതുപോലെ തന്നെ പാണ്ഡ്യയും തുടക്കം തന്നെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരായിട്ടുള്ള റിക്കൽട്ടനെയും അതുപോലെ തന്നെ മാർക്ക് റത്തനെയും ഡീകോക്കിനെയും തിരിച്ചയക്കുകയാണ്. അതായത് ഇന്ത്യ ആഗ്രഹിച്ച അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു തുടക്കം തന്നെ. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഓപ്പണിംഗ് ബോളേഴ്സ് സ്പെല്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ് 2 ബോളേഴ്സും 2 എൻഡിൽ നിന്നും പന്തെറിഞ്ഞുകൊണ്ടിരുന്നത്. അർഷദീപും വളരെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് ഓർഡർ ഭയങ്കരമായിട്ട് കൊളാപ്സായി, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യായി. പിന്നീട് അങ്ങോട്ട് ബ്രേവീസും അതുപോലെ തന്നെ മില്ലറും കൂടി വന്ന് സൗത്ത് ആഫ്രിക്കയ്ക്ക് വളരെ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൽ തന്നെ വരുൺ ചക്രവർത്തിക്കെതിരെ കളിച്ചൊരു കളി അത് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയായിരുന്നു പറയാം. 2 പേരും, മില്ലറായാലും അതുപോലെ തന്നെ ബ്രൂവിസ് ആയാലും. വരുൺ ചക്രവർത്തിയെ പോലെ അങ്ങനെ തൊടാൻ പറ്റാതെ അത്രയും ലെവലിൽ നിൽക്കുന്നൊരു ബോളറെ വളരെ ഫിയർലെസ് ആയിട്ടാണ് അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. ദേ ക്രാക്ക്ഡ്. അതായത് വരുൺ ചക്രവർത്തി നല്ല രീതിയിൽ പഠിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോൾ ജഡ്ജ് ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും വരുൺ ചക്രവർത്തിക്കെതിരെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. അതുകൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സിൽ വേറെ ആർക്കും അങ്ങനെ പിടിച്ചിടാനായിട്ട് സാധിച്ചില്ല. അതിന് പിന്നെ വേറെ സംഭവമുണ്ട്. സ്ക്വാഡിൽ അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൂർണമെൻറ്റ് തുടങ്ങിയതിനേക്കാളും പിന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലുമായിരുന്നു. അക്സർ പട്ടേലിനെ നിങ്ങൾക്ക് സ്ക്വാഡിലിടാൻ പറ്റില്ല, വാഷിംഗ്ടൺ സുന്ദറിന് ഇപ്പോൾ റൈറ്റ് സ്പിന്നറാണ്, അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്, സ്ക്വാഡിലിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അക്സർ പട്ടേലിനെ എന്തിനാണ് വൈസ് ക്യാപ്റ്റനാക്കി വെച്ചത്? അക്സർ പട്ടേൽ ലെഫ്റ്റ് ആം സ്പിന്നറാണ്. അക്സർ പട്ടേൽ ടീമിൽ ആവശ്യമില്ല. റൈറ്റ് ആം സ്പിന്നറാണ് ആവശ്യമെങ്കിൽ അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റനാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹർദിക് പാണ്ഡ്യക്കാരല്ലോ. എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഡിസിഷൻസൊക്കെ എനിക്ക് കുറച്ചുകൂടി കോമഡി ആയിട്ടാണ് തോന്നുന്നത് പേഴ്സണലി. അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ വന്നു, ഇന്ന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, അത് വേറൊരു കാര്യം. നല്ല രീതിയിൽ തന്നെ മില്ലറും ബ്രേവിസും കളിച്ചു. റൺ റേറ്റ് 10ന് മുകളിലൊക്കെ കൊണ്ടുവന്നു. പിന്നീട് തുടരെ വിക്കറ്റുകൾ പോയെങ്കിൽ പോലും സ്റ്റപ്സ് വളരെ കിട്ടില്ലെന്ന കളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അനാവശ്യ ഷോട്ടുകളൊന്നും അടിക്കാതെ ലാസ്റ്റ് മോശം പന്തുകൾ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം അടിച്ച് ടീമിന് മാന്യമായിട്ടൊരു സ്കോറിലോട്ട് എത്തിച്ചു. സ്റ്റപ്സ് ഇല്ലായിരുന്നു 150-160 റേഞ്ചിലൊക്കെ ഒതുങ്ങിപ്പോയേനെ. സ്റ്റപ്സിൻ്റെ ഒരു ഇന്നിങ്സ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്ത് പറയണമെന്നത്, കാരണം പല ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ഇപ്പോൾ എസ്പെഷ്യലി പാണ്ഡ്യ ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ തന്നെ T20 ഏറ്റവും കിടിലൻ ക്ലച്ചാണ് പാണ്ഡ്യ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പലപ്പോഴും സിറ്റുവേഷൻ നോക്കാതെയുള്ള കളികൾ അല്ലെങ്കിൽ ആ ഒരു പലപ്പോഴും ഇൻറ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് മാറ്റുകയും വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, റൊട്ടേറ്റ് ചെയ്യണം. പക്ഷെ അത് പലപ്പോഴും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കാണിക്കുന്നില്ല. അഭിഷേക് ശർമ്മ ആയാലും അതുപോലെ തന്നെ പാണ്ഡ്യ ആയാലും അവരവരുടേതായ ഒരു രീതിയുണ്ട്, അതൊന്നും മാറി ഞങ്ങൾ കളിക്കില്ല എന്നൊക്കെ വാശി പിടിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സ്റ്റപ്സ് കളിച്ച ഇന്നിങ്സ് അത്തരത്തിലുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. ആ ഒരു ടൈമിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അടിക്കേണ്ട സ്ഥലത്ത് അടിച്ച് ടീമിനെ മാന്യമായിട്ട് സ്കോറിലോട്ട് എത്തിച്ചു. ജസ്പ്രീത് ബുംറ T20 വേൾഡ് കപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഇന്ത്യൻ ബോളറായിട്ട് മാറുകയും ചെയ്തു. 4 ഓവറിൽ വെറും 15 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. നല്ല കിടില സ്പെല്ല്. ബാക്കി ബോളേഴ്സിനാണ് നല്ല രീതിക്ക് അടി കിട്ടിയത്. അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഇന്ത്യക്ക് ചേസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും പറയുന്ന കാര്യം കമൻട്രി ബോക്സൊക്കെ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓൾറെഡി ഡ്യൂവിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, പിന്നെ വളരെ നല്ല രീതിക്ക് റണ്ണ് വരുന്ന പിച്ചാണ്, എല്ലാം കൊണ്ടും നല്ല ചേസിങ്ങിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസാണ്, ചേസിങ്ങിന് ഫേവറബിൾ ആയിട്ടുള്ള പിച്ചാണ്.
അപ്പോൾ അങ്ങനത്തെ ഗ്രൗണ്ടാണ് റൺസ് വരുമെന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ തുടക്കം തന്നെ പാളി. കാരണം ലെഫ്റ്റ് ഹാൻഡേഴ്സ് നിറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ ഉണ്ടല്ലോ, അതിനെ ഈ വേൾഡ് കപ്പിൽ എല്ലാ ടീമുകളും അതിനെതിരെ ഉപയോഗിച്ചത് റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിന്നേഴ്സിനെയാണ്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക തുടക്കം തന്നെ മാർക്കടത്തെ കൊണ്ടുവരുന്നു, ഇഷൻ കിഷൻ്റെ വിക്കറ്റ് എടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെയായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സൊക്കെ ബോസ്റ്റ് തന്നെ പറയാം. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ എടുത്ത റണ്ണിനേക്കാളും കൂടുതൽ ബോൾ ഫേസ് ചെയ്യുക പറയുമ്പോൾ ഒരു വേർസ്റ്റ് ഇന്നിങ്സ് തന്നെയായിട്ടാണ് തോന്നിയത്. പലരും കോഹ്ലിയായിട്ടൊക്കെ കമ്പയർ ചെയ്തിരുന്നു കേട്ടോ. കുറച്ചാൾ മുന്നേ നല്ല കമ്പാരിസൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. കോഹ്ലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വേൾഡ് കപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട്, 2014-16 വേൾഡ് കപ്പിലൊക്കെ. അപ്പോൾ നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കുക, എന്താണ് കോഹ്ലി സൂര്യകുമാർ ഇന്ന് ഫേസ് ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ കോഹ്ലി 2014-16 വേൾഡ് കപ്പുകളിലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിലും വീക്കായിട്ടുള്ള ഇന്ത്യ, ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ്. അന്ന് കോഹ്ലി എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഹ്ലിയുടെ ഗ്രേറ്റ്നസ് എന്താണെന്നുള്ളത്. സൂര്യകുമാർ അതൊരിക്കലും മോശം പ്ലെയർ അല്ല, പക്ഷേ കോഹ്ലിയുടെ ഗ്രേറ്റ്നസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. പിന്നീട് അഭിഷേക് ശർമ്മ അത്യാവശ്യം 2 ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു, പക്ഷെ അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തായി. പൊക്കി അടിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിന് മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ബോളിൽ ലോഫ്റ്റഡ് ഷോട്ട്സ് മാത്രമാണ് അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്ലോ ഓവറിൽ അദ്ദേഹത്തെ കൊടുക്കുകയുണ്ടായത്. ബ്രില്യൻ ഫീൽഡിങ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ എൻ്റെ മത്സരത്തിൽ മൊത്തം. ഒരു ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടായിരുന്നു മില്ലറിൻ്റെ ലാസ്റ്റെങ്കിലും മൊത്തത്തിൽ നല്ല കിടിലം ഫീൽഡിങ് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ദൂബയുടെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ 100-ന് താഴെ വളരെ ഇതിനും പരിതാപകരമായ സിറ്റുവേഷനിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയേനെ. എന്തായാലും റിങ്കു സിംഗ്, ഹർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ, അങ്ങനെ നിരവധി ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നെങ്കിൽ പോലും ആരും വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പെട്ടെന്ന് തന്നെ കയറിപ്പോകാനുണ്ടായത്. അപ്പോൾ എന്തായാലും 76 റൺസിന് ഇന്ത്യ തോറ്റു. ഇനിയിപ്പോൾ അടുത്ത മത്സരമുണ്ട്, അടുത്ത 2 മത്സരങ്ങൾ ഇന്ത്യക്കുണ്ട്. ആ 2 മത്സരം ജയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ 8-ൽ സെമിയിലോട്ട് എത്താൻ സാധിക്കുമായിരിക്കും. എന്നാൽ പോലും ഇൻവിൻസിബിൾസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് വിട്ടായിരുന്നു വന്നത്. അപ്പോൾ എന്തായാലും അത്ര വലിയ സംഭവമൊന്നുമല്ല. ബാക്കിയുള്ള ടീമുകളെ പോലൊക്കെ തന്നെയാണ്, ഒരു ടോപ്പ് ലെവൽ ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ്, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ആണ് എന്നുള്ളൊരു തോന്നൽ ഫാൻസിനും ഉണ്ടായിരുന്നു, ടീം അംഗങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. കാരണം അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞൊരു പ്ലെയർ കഴിഞ്ഞ 2 വർഷം കൊണ്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഇതുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയുണ്ട്. ആ ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ചില്ലറയില്ലായിരുന്നു. അദ്ദേഹം നൽകുന്ന ക്വിക്ക് സ്റ്റാർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ, മിഡിൽ ഓർഡറിലോട്ട് വരുമ്പോൾ ആ റൺ റേറ്റ് അല്പം കുറഞ്ഞാലും ഫൈനൽ സ്കോറിലോട്ട് 20 ഓവർ കഴിയുമ്പോൾ ടീമിന് 240-260 ഒക്കെയാണ് വന്ന് വീടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്ലെയർ നിറമിങ്ങിയതോടുകൂടി ഇന്ത്യൻ മിഡിൽ ഓർഡർ എക്സ്പോസ് ആവാൻ തുടങ്ങി. ഇന്ത്യയുടെ ലോവർ ഓർഡറിന് കൂടുതൽ വർക്കിലോട് വരാൻ തുടങ്ങി. ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നു റിങ്കു സിംഗിനെ ആയാലും ബാക്കി പ്ലേയേഴ്സിനൊക്കെ ആയാലും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ച. ബോളിങ്ങിൻ്റെ മികവിൽ തന്നെയാണ് ഈ 3 മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചത് ഗ്രൂപ്പ് സ്റ്റേജിൽ. ഇന്നും ബോളേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എറിഞ്ഞത്, ബട്ട് ബാറ്റിംഗ് പരാജയപ്പെട്ടു പോയി. അടുത്ത മത്സരത്തിലൊക്കെ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. കമ്പാരിറ്റീവ്ലി വീക്കറായിട്ടുള്ള എതിരാളികളായതുകൊണ്ട് ഇന്ത്യ ജയിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഈ ടീമുകളൊക്കെ ഇന്ത്യക്ക് എന്തായാലും ഒരു ത്രെറ്റ് തന്നെയായിരിക്കും. ഇന്ത്യ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.